السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. സൂറത്തുൽ അഹ്സാബിന്റെ 57-ാമത്തെ ആയത്താണ് എടുക്കുന്നത്. 38-48 പേജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا نجاورونك فيها إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. ഒറ്റായത്താണ് എടുത്തത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂൻ, അള്ളയും മലക്കും സ്വലാത്ത് ചൊല്ലും. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എങ്ങനെയാണ്? അള്ളാഹു റസൂലിലേക്ക് ഗുണങ്ങൾ ചെയ്യലാണ്, അല്ലാണ്ട് അള്ളാഹ് ഇങ്ങനെ സ്വലാത്ത് ചെല്ലലല്ല. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലണം. അപ്പോഴാണ് സ്വഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് സലാം ചൊല്ലുന്ന ഞങ്ങൾക്കറിയാം, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് സലാം ചൊല്ലുന്ന അറിയാം. വകൈഫ നുസല്ലി, ഞങ്ങൾ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പോഴാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തൊട്ടിട്ട് ഇന്നക ഹമീദുൽ മജീദ് എന്നിവരെയുള്ള ദിനത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 7ഓളം രൂപത്തിൽ ആ സ്വലാത്ത് വന്നിട്ടുണ്ട്. 7ഓളം രൂപത്തിലും ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്തിൽ നിസ്കാരത്തിൽ ചെല്ലുന്നത് അതാണ് സ്വലാത്ത്. ആ സ്വലാത്തുകൾ ചെല്ലുന്ന സമയത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 7ഓളം സ്വലാത്തിന്റെ രൂപങ്ങൾ ഹദീസുകളിൽ വന്നിട്ടും ഒരു സ്വലാത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന ഒരു പദം എന്തിട്ടില്ല, വന്നിട്ടില്ല. സയ്യിദിന എന്നുള്ളത് നിർമ്മിക്കപ്പെട്ടതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന സ്വലാത്ത്, ഒരു സ്വലാത്തിന് 10 കൂലി എന്നുള്ള സ്വലാത്ത്. അതാണ് പല സമയങ്ങളിൽ ഇപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സ്വലാത്തൊരാൾ ചൊല്ലിയാൽ പിന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലിയാൽ പിന്നെ അയാൾക്ക് റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇപ്പം അതിൻ്റെ കൂടെ റളീതു ബില്ലാഹി റബ്ബ എന്നുള്ള ദുആ വേറെയും ഉണ്ട് കേട്ടോ. ഇങ്ങനെ രാവിലെ ചൊല്ലാനുണ്ട്. ഒരു ദിവസം 10 സ്വലാത്തെങ്കിലും മിനിമം ചൊല്ലാനുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
ഈ ഓരോ സ്വലാത്തിനും 10 കൂലിയാണ്. സ്വലാത്ത് റസൂലുള്ളാഹിക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിൽ നീ ഗുണങ്ങൾ ചെയ്യണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മുടെ സ്വലാത്തും. അള്ളാഹിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യലാണ്. നമ്മുടെയൊക്കെ സ്വലാത്ത് എന്ന് പറഞ്ഞാലോ സ്വലാത്തിന് ഗുണത്തിന് വേണ്ടി മനസ്സിലായാലും വ്യത്യാസങ്ങൾ അല്ലേ? ഇതാണ് പഠിപ്പിക്കപ്പെട്ട സ്വലാത്ത്. പിന്നെ പേര് കേൾക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്നോ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക സാധാരണ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, ഞാൻ സാധാരണ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്നുള്ളതാണ് പ്രാർത്ഥന. വ്യത്യസ്ത രീതി, അത് എങ്ങനെയാണോ റസൂൽ ഗുണം ചെയ്യണമെന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോരുത്തരുടെ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ എങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ഈ സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇതിനെല്ലാം ഒന്നിനും ഒത്തുകൂലി. ഏതിനാ കൂലി? ഇബ്രാഹിം നിസ്കാരം ചെല്ലുന്നത്, അതിനാണ് കൂലി. മറ്റേത് രീതിയിലും സ്വലാത്ത് ചെല്ലട്ടോ. അല്ലാഹു റസൂലിന് ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ മിമ്പറുകളിൽ നിന്നൊക്കെ ഇവിടുന്ന് കേൾക്കില്ലേ പല മോഡൽ സ്വലാത്ത് പറയുന്നത്. ഏത് രീതിയിലും ചെല്ലാം. പക്ഷെ നമ്മൾ ഈ എണ്ണിപ്പറയേണ്ട സ്വലാത്തുകൾ ഏതായിരിക്കണം? ഇബ്രാഹിമിയ സ്വലാത്തായിരിക്കണം. വ്യക്തമാണല്ലോ ആയത്ത്. ഇനി ഒന്നിലേക്ക് ശ്രദ്ധിക്കും. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. എത്ര പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നറിയും ഈ ആയത്തുകളിലൊക്കെ. ഇനി ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, യുഅ്ദൂനല്ലാഹ്, അവർ അള്ളാഹുവെ ഉപദ്രവിക്കുകയാണ്, അള്ളാഹിനെ ശല്യപ്പെടുത്തുന്ന ആളുകൾ. ആദാ യുഅ്ദി, ശല്യപ്പെടുത്തുന്ന, അള്ളാഹിനെ ശല്യപ്പെടുത്തുന്ന ആളുകൾ. വറസൂലഹു, അവന്റെ റസൂലിനെയും ശല്യപ്പെടുത്തുന്ന ആളുകൾ. ലഅനഹുമുല്ലാഹ്, എന്താ ലഅനത്ത്? ലഅനഹുമുല്ലാഹ്, അവർക്ക് അള്ളാഹിന്റെ ശാപമുണ്ട്. ഫിദ് ദുനിയ, എവിടെ? ദുനിയാവിൽ. വൽ ആഖിറ, ആഖിറത്തിൽ. ശാപം മാത്രമല്ല കേട്ടോ, വഅഅദ്ദ, ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അവർക്ക്. അദാബ മുഹീന, അദാബ് ശിക്ഷ, മുഹീൻ നിന്ദ്യമായ ശിക്ഷ. അള്ളാഹിനെ ഉപദ്രവിക്കുക, റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുക, ഏതെങ്കിലും വിഭാഗത്തെയോ മതവിഭാഗത്തെയോ മറ്റോ ഒന്നുമല്ല, ടോട്ടൽ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അള്ളാഹിനെ ഉപദ്രവിക്കുക. ഒരു ഹദീസിൽ കാണാം, ദൂരി ഇബ്നി ആദം, അള്ളാഹ് പറയാണ്, ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ യസുബുദ്ദഹ്റ, കാലത്തെ ഇങ്ങനെ ശപിക്കാണ്. നമ്മൾ പറയില്ലേ കാലക്കേടിന് പോയി, സമയത്ത് ശപിക്കുന്ന ആൾക്കാർ. ഇവനെ കണ്ടതുകൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടു പോയത്. വൈഫിനോട് ഭർത്താവ് പറയും, ഭർത്താവിനോട് ഭാര്യ പറയും. രാവിലെ തന്നെ വരുന്ന ആൾക്കാർ പല നിലയിലും മഴ പെയ്തു കഴിഞ്ഞാൽ അതിനെ ശമിക്കും. ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാലത്തെ സമയത്തെ ശമിക്കുന്നുണ്ട്. ഒരു സമയവും നമ്മൾക്ക് മോശമല്ല. രാവിലെ കടം കൊടുക്കൂല, പിടിക്കാൻ കൊടുക്കോ? എന്താ കാരണം? കൊടുക്കാതെ എന്തായിരിക്കും? അന്ന് ഫുള്ള് കടം തുടങ്ങിയാൽ ഫുള്ള് കടം തന്നെയല്ലേ. ഉദ്ഘാടനത്തിന് തന്നെ കടാക്കിയാലോ അവസ്ഥ. ഒരു ബന്ധവും അവന്റെ വിശ്വാസവുമായിട്ട് അതില്ല. സത്യത്തിൽ ശരിക്കും ഇല്ല. അള്ളാഹു നമ്മുടെ റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ഇത് അള്ളാഹിനെ അടങ്ങാറാക്കലാണ്. അങ്ങനെ അള്ളാഹ് പറയാണ്, ഞാനാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്. ചില സ്ഥലങ്ങളെ മോശമാക്കിയിട്ട് അള്ളാഹിനെ ഉപദ്രവിക്കുന്നു. മഴയെ ശപിച്ചുകൊണ്ട്, മഴ ഇല്ലെങ്കിൽ എല്ലാവരും ദുആയാണ്. മഴ വന്ന എന്തൊരു കാലക്കേടിൻ്റെ മഴ എന്ന രീതിയിൽ അതെ, ആ നിലയിൽ അള്ളാഹു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. തൊട്ടപ്പുറത്തെ പേജിൽ കുറെ വിശദീകരണം കാണാം അല്ലേ. ഒന്നാമത്തെ നമ്മൾ നോക്ക് നിങ്ങൾ, അള്ളാഹ് പറയണം, ആദമിന്റെ മക്കൾ എന്നെ കളവാക്കി. അവന് പറയാൻ പാടില്ലായിരുന്നു. അവൻ എന്നെ കുറിച്ച് ചീത്ത പറയാണ്, അതും അവന് പാടില്ല. അവനെന്നെ കള്ളമാക്കി എന്ന് പറഞ്ഞത് അവന്റെ ഈ വാക്കാണ്. ഇത് എന്നെ ആദ്യം സൃഷ്ടിച്ചതുപോലെ അള്ളാഹു എന്നെ വീണ്ടും സൃഷ്ടിക്കുന്നതല്ല തന്നെ, അഥവാ ഇനി അള്ളാഹു എന്നെ തീവ്ര സൃഷ്ടിക്കുന്നതല്ല. ഇനി വേറെ പിന്നെ എനിക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു.
അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഒരു വിഭാഗം പറഞ്ഞില്ലേ? ആഘോഷിക്കലുമില്ലേ അല്ലേ? അതിനാ ഗ്രീറ്റിംഗ് അയക്കുന്നതും ആശംസ നേരുന്നതും സ്റ്റാർ തൂക്കുന്നതൊക്കെ നമ്മളതിനാ അല്ലെ? ഇങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു ഒരു ഇണയെ, ഒരു മക്കളെ സ്വീകരിക്കുന്നതിൽ നിന്ന് അള്ളാഹ് പരിശുദ്ധനാണ്. ഇതാണ് ഒരു ഹദീസുള്ളത്. എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു, എന്നെ സൃഷ്ടിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ അവസാന കാലത്ത് അള്ളാഹിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതി, ഇതൊക്കെ ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളല്ലേ? ഇനി കുറച്ച് മനുഷ്യൻ ചോദിക്കും മൻ ഖലഖല്ലാഹ്, എന്താ? ഇതൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചാണെങ്കിൽ അള്ളാഹിനെ ആരായിരിക്കും സൃഷ്ടിച്ചത്? ഈ ചോദ്യം തന്നെ വരും. എല്ലാം സൃഷ്ടിച്ചുണ്ടായി ഉണ്ടായി ഉണ്ടായി അള്ളാഹിനെ ആരായിരിക്കും പഠിച്ചത്? ചോദിക്കണ്ട. യേശു വേണോ? പിന്നെ എനിക്ക് ചെറുതായിട്ട് അപ്പൊ അള്ളാഹിനെ ഇങ്ങനെ നമ്മൾ പല നിലയിലും അള്ളാഹിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ എന്നറിയാം, നമുക്ക് പരീക്ഷണങ്ങൾ വരുന്ന തീരെ ഇഷ്ടമില്ല. ഇപ്പൊ നമ്മൾ കളിച്ച് ചിരിച്ച് ഇപ്പൊ മിസൈലിന്റെ സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും നോക്കും. നോർമലി നമ്മളെ ബാധിച്ചിട്ടില്ല, നമ്മളിലേക്ക് എത്തിയ നമുക്ക് ബുദ്ധിയുമില്ല, നമുക്കൊരു വകതിരി പോലും ഇല്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരുന്ന നമ്മൾക്കുള്ളൂ. അന്ന് എല്ലാവരും നിങ്ങൾ നോക്കി, ഇന്ന് വിട്ട ആൾക്കാരൊക്കെ അന്ന് ഫുള്ളിൽ ദുആ വരാൻ പോവാ, സങ്കടം ഉണ്ടാകുമ്പോഴുള്ളതുവാ, ടെൻഷൻ ഉണ്ടാകുമ്പോഴുള്ളതുവാ അല്ലേ? നമ്മൾ ഓരോ രീതിയിൽ അങ്ങനെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹിനെ പഠിക്കുന്ന ആൾക്കാർ. എന്നെ എന്താ അള്ളാഹ് ഇങ്ങനെ ആക്കിയത്? എനിക്കെന്തിനാ അള്ളാഹ് ഈ രോഗം തന്നെ? എനിക്കെന്താ അള്ളാഹ് ഇപ്പം ഇങ്ങനെ ചെയ്തു? ഇത് അള്ളാഹിനെ ഉപദ്രവിക്കാനാണ്. അപ്പോൾ അള്ളാഹിനെ ഉപദ്രവിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ലഅനഹുമുല്ലാഹ് അല്ലേ? അള്ളാഹിന്റെ ശാപം. അള്ളാഹ് ഗഫൂറാണ്, അള്ളാഹ് റഹീമാണ്, അള്ളാഹ് ഹുബ്ബുള്ളവനാണ്, അള്ളാഹ് വദൂദാണ്. അള്ളാഹ് നമ്മൾ ദേഷ്യം ഈ രീതിയിലൊക്കെ പറയുന്നത് അള്ളാഹിനെ അടുങ്ങാറാക്കാനാട്ടോ. പിന്നെ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന ആളുകൾ. എങ്ങനെ നബിയെ ഉപദ്രവിക്കുന്ന ആളുകൾ? റസൂലുള്ളാഹിയുടെ സ്ഥാനത്തിനും പദവിക്കും ഒരു വിലയുണ്ട് അല്ലേ? അതേപോലെ തന്നെ അതൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ പഴിക്കുക. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു നിയമം ശിഷ്യ നമ്മൾ മുസ്ലിം സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ബഹുഭാര്യത്വ വിഷയം പറയുമ്പോൾ സ്ത്രീകൾ ആ നിയമത്തിനെതിരെ പറയുന്നു. നമ്മൾക്ക് ഇഷ്ടം ഉണ്ടായിട്ട് ഇഷ്ടമില്ലാതെ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറയരുത്. അത് അനുഭവിക്കുന്ന വിഷയം നമ്മുടെ വീടുകളിൽ വരുമ്പോഴായിരിക്കും അല്ലേ? ഒരാൾക്ക് വൈഫ് ഉണ്ടെങ്കിലും പരസ്പര സമ്മതമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, എൻ്റെ പെങ്ങളെന്നെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ഉപ്പയും ഉമ്മയും അപ്പുറത്തേക്ക് ഒരു ഭർത്താവ് വേണ്ടി വരും എന്നതും ഇസ്ലാമിൻ്റെ ഈ കരുണയുള്ള നിയമങ്ങൾ ഇല്ലെങ്കിൽ അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. സിറ്റുവേഷൻ, കാലഘട്ടം, യുദ്ധങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നിയ ഈ വിഷയം തോന്നിയതല്ല, ഇതൊരു വൃത്തികേടാക്കി എടുക്കുന്ന ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. അത് മുഖേന പ്രയാസപ്പെടുന്ന സ്ത്രീകളുണ്ടായിരിക്കും. അത് വേറെ വിഷയമാണ്. പക്ഷെ ഇസ്ലാമിലെ നിയമം, ഇസ്ലാമിലെ ശിക്ഷ, സിവിൽ ക്രിമിനൽ ശിക്ഷാ നിയമങ്ങളുണ്ട്. കൊന്നവനെ കൊല്ലുക എന്നുള്ളത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ആ നിയമം വരാൻ കാരണമുണ്ട്. പണ്ട് കാലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് കൊലയാളിയെങ്കിൽ, കൊല്ലപ്പെട്ടവൻ കുറച്ച് പണക്കാരനാണെങ്കിൽ, ആ കൊല്ലപ്പെട്ട പണക്കാരന്റെ കുടുംബം ഈ പാവപ്പെട്ട കുടുംബത്തിൽ ഈ വ്യക്തിയെ മാത്രമല്ല കൊല്ലും, ഈ കുടുംബം മൊത്തവരുത്തിയും അരിഞ്ഞു വീഴ്ത്തിക്കളയും. ഇസ്ലാം എന്താ നിയമം ഉണ്ടാക്കിയത്? കൊന്നവനെ മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൊല്ലേണ്ടത്. അത് നാട്ടുകാരല്ല, അവിടുത്തെ നിയമം അത് നടപ്പാക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ നിയമങ്ങളും നമ്മൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പ്രയാസം. പക്ഷെ ഇതൊക്കെ റസൂലുള്ളാഹിക്കെതിരെ നമ്മൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാകൂല. ഇപ്പം മുസ്ലിം പെൺകുട്ടികളൊക്കെ നടുറോഡിൽ ഇൻസ്റ്റയിൽ മറ്റു ഈ തെരുവ് ഇന്റർവ്യൂ ഒരുപാട് കൂടിയിട്ടുണ്ടല്ലോ. ചീത്ത പറയുന്നുണ്ട് മക്കളെ. പിന്നെ ആ തെരുവ് ഇന്റർവ്യൂവിൽ പലതും ചോദിക്കുമ്പോഴും ആ വിവരം ഇല്ലാത്തതിന് ശേഷം മറ്റു മതവിഭാഗത്തിന് മുമ്പിൽ അള്ളാഹിനെ റസൂലിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലതും ചെയ്ത് കൂട്ടാറുണ്ട്. അള്ളാഹിന്റെ ശാപായിരിക്കും. നമുക്ക് പറയാം അള്ളാഹ് ത്രികാലജ്ഞാനിയാണ്. ഭൂതം, വർത്തമാനം, ഭാവി അറിയുന്നവനാണ് അള്ളാഹ്. ആ നിയമത്തിൽ ഒരു പുഴുക്കുതും ഒരാൾക്കും കാണാൻ കഴിയില്ല. നമ്മൾക്കത് മനസ്സിലാക്കുന്ന വിഷയത്തിലായിരിക്കുന്നത് അബദ്ധം. നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കേണ്ട. ആയിഷ ബീവിയെ 7 വയസ്സായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചു ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെത്തി മിനിക്ക് ഇളനീർ ചെത്തുന്ന പോലെ 20-ലേക്കോ അങ്ങൊന്നും എത്തിക്കേണ്ട. അത് വന്നതുപോലെയാണ്. ആ ചെരുപ്പിനനുസരിച്ച് അല്ലേ? പിന്നെ ആ കാലിങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പഠിച്ചത് അതായിരിക്കും അവസാനം സത്യം. ഇങ്ങനെ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കുക, അതേത് രീതി, ഏത് നമ്മളിൽ തന്നെയാണെങ്കിലും ശരി, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന തെറ്റാണത്. അല്ലാഹു അവർക്ക് വഅദ്ദ ലഹും അദാബൻ മുഹീന,
അവർക്ക് വേദനയേറിയ ശിക്ഷ എന്നല്ല പറഞ്ഞത് ഇവിടെ. അതാവൻ അലീമ എന്ന് പറഞ്ഞാൽ എന്താണ്? അലീം വേദനയേറി. ഇവിടെ എന്താ പറഞ്ഞത്? മുഹീന, നിന്ദ്യത കൊടുക്കുക. ദുനിയാവിൽ തന്നെ ശാപം കിട്ടും ഒരാൾക്കും. ഇപ്പോൾ റസൂലുള്ളാഹിനെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച അബൂലഹബിൻ പേര് കേൾക്കുമ്പോൾ തബ്ബത്ത് എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്നാ തുടങ്ങുകയാണ്. എല്ലാവരും അബൂലഹബിൻ എന്ത് ചെയ്യാണ്? ശപിക്കുകയാണ്. അബൂലഹബ് എന്ത് പറഞ്ഞ വ്യക്തിയാ? ഇന്ന ഷാനിയൊക്കെ ഹുലബത്തർ അല്ലേ? അങ്ങനെ പറയും. മുഹമ്മദ് റസൂലുള്ളാഹി ഓരോ ആൺകുട്ടികൾ മരിച്ചപ്പോൾ നിന്റെ വാലറ്റുപോയി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ആയത്തിറക്കി, ഇന്ന ഷാനിയക്ക്, നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ, നിന്നെ പരിഹസിക്കുന്നവർ ഹുവൽ അബത്തർ, അവനാണ് വാലറ്റവൻ. റസൂലുള്ളാഹി ആൺകുട്ടികൾ മരിച്ച നബി മരിക്കലോട് കൂടി ഇസ്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞതാ. പക്ഷെ ഇല്ല, നിങ്ങളാണ് വാലറ്റവർ. എത്ര വലിയ മക്കളുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് രണ്ടും മനസ്സിലായില്ലേ? ഇനി അള്ളാഹ് പറയാം, അള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചവർ, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചവർ, അവർക്ക് കിട്ടുന്ന ശിക്ഷ വേഗം പറയും. എവിടെ ശാപം? ദുനിയാവിലും. പിന്നെന്താ കിട്ടുന്നത്? നിന്ദ്യമായ ശിക്ഷ. ഇനി അടുത്തത് വല്ലദീന യുദ്ദൂൻ, ബുദ്ധിമുട്ടിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ, വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികൾ ആണിനെയും പെണ്ണിനെ അല്ലേ, ബിഗൈരി മക്തസബു, അവർ ഒരു സമ്പാദിക്കുന്നവർ, ബിഗൈർ ചെയ്യാത്ത കുറ്റത്തിന്, വെറുതെ മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, ഫഖദ് ഇഹ്തമലു, അവർ ഏറ്റെടുക്കുകയാണ്, ബുഹ്താനൻ, വലിയ ഒരു കളവ്, വഇത്മം മുബീന, ഏറ്റവും വലിയ കുറ്റവും കളവും കുറ്റവും അവർ എന്ത് ചെയ്യാണ്? വഹിക്കുകയാണ്. അഥവാ സത്യവിശ്വാസികളെയും ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ട്. അഥവാ ലാസ്റ്റ് പേര് വാക്കണില്ല, അള്ളാനെയും റസൂലിനെയും ശല്യപ്പെടുത്തിയത് ശേഷം സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും അനന്തരഫലം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അള്ളാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപവും നിന്ദ്യവുമായ കുറ്റാണ് കൊടുക്കുന്നത് അല്ലേ? അഥവാ ഒരു മുസ്ലിമിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക. കഅബത്തെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കഅബ നീ എത്ര പവിത്രമാണ്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? കഅബ നിന്നേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ ദമുൽ മുസ്ലിം വഇർദുഹു വമാലു, ഒരു മുസ്ലിമിന്റെ ധനം, ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ രക്തം, ഇത് മൂന്നും പവിത്രമാണ്. കഅബ എത്ര പവിത്രമാണ് അതിനേക്കാൾ. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പോറൽ മേൽപ്പിക്കാൻ പാടില്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി ഹജ്ജ് ചെയ്യുമ്പോൾ മക്കയിൽ വെച്ച് പറഞ്ഞു, സ്വഹാബത്തെ ഈ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? അവർ പറഞ്ഞു, പരിശുദ്ധമായ മക്കയാണ്. ഈ മാസം ഏതാണെന്നറിയോ? പവിത്രമായ ദുൽഹജ്ജ് മാസമാണ്. ഈ ദിവസം ഏതാണെന്നറിയോ? ഇത് അറഫ ദിവസമാണ്. മാസം, ദിവസം, സ്ഥലം ഒക്കെ പവിത്രമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് മൂന്നും പവിത്രമാണെങ്കിൽ ഇതിനേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ രക്തം, അന്യായമായിട്ട് ചിന്താൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ധനം അന്യായമായിട്ട് കവരാൻ പാടില്ല. മൂന്നാമത്തെ പറഞ്ഞെന്താണ്? വഇർദുഹു, ഒരു മുസ്ലിമിന്റെ അഭിമാനം. മനസ്സിലായോ എന്താന്നുള്ളത്? എപ്പോഴും അഭിമാനത്തിൽ, കുടുംബജീവിതത്തിൽ മാത്രം നോക്കിയാൽ മതി ഇൻസൾട്ട് ചെയ്യാന്നുള്ളത്. ഭർത്താവും ഭാര്യയും, ഉമ്മയും മക്കളും, ആങ്ങള പെങ്ങൾ, ജേഷ്ഠാനുജന്മാർ, കൂട്ടുകാർ, ഇൻസൾട്ട് ചെയ്യുക. നമ്മളൊക്കെ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, എത്ര വലിയ ദൈവത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലേ, തൊഴിലാളിയോട്, റോഡിൽ സാധാരണക്കാരനോട് നമ്മളാരാ? അവൻ അഭിമാനം. ഒരു വീട്ടിന്റെ ഗൃഹനാഥനാണോ? ഒരു വീട്ടിലെ ഭർത്താവാണ്, ഒരു വീട്ടിലെ ഉപ്പയാണ്, ഒരു വീട്ടിലെ വല്യുപ്പയായിരിക്കും, ഒരു വീട്ടിലെ പുതിയാപ്പിളയായിരിക്കും. ആ വില നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ജോലിക്കാർക്കും സാധാരണക്കാർക്കും കിട്ടുന്നുണ്ട്. സുജൂദ് ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയതെങ്കിൽ, നിന്റെ പണത്തിന്റെ ഹുങ്കും നിന്റെ അധികാരത്തിന് ഹുങ്കെങ്കിൽ, ഒരു കഅബയേക്കാൾ, നീ കഅബയ്ക്ക് എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ ബഹുമാനം കൊടുക്കണം ഒരു മുസ്ലിമിന്റെ എന്തിന്? നിങ്ങൾ പറയും അഭിമാനത്തിന്. നിങ്ങൾ ഒന്നാമത്തെ സഫിൽ നിന്ന് ഡിസ്കസിരുന്ന ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ എത്ര വലിയ ഖുർആൻ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. സ്വഭാവത്തിൽ, ഈ സംസാരത്തിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണെങ്കിൽ അവർ തിരിച്ചു പറയുന്നില്ല എന്ന് വിചാരിക്കണ്ട, പുറത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. അവന്റെ മനസ്സിനുള്ളിൽ എന്ത് പറയുന്നുണ്ട്? മാക്സിമം നിനക്ക് കിട്ടേണ്ടി കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയാണെങ്കിൽ അതൊരു മദ്ലൂമിന്റെ ദുആയുമായിരിക്കും.
അതുകൊണ്ട് നമ്മൾ ഇവിടെ അനുഭവിക്കലുണ്ട് അറബികൾക്കിടയിൽ നിന്ന് ഉണ്ടല്ലോ, നമ്മളൊന്നും മിണ്ടൂല. പക്ഷേ ഈ അനുഭവം നമ്മുടെ നാട്ടിൽ പണ്ട് എൻ്റെ കണ്ണുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴന്മാർ മുമ്പ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്ന കൂലിയും മലയാളി കൊടുക്കുന്ന കൂലിയും നല്ല വ്യത്യാസം ഉണ്ടാവും. ആ കൂലി തന്നെ അവർ ചോദിക്കുമ്പോൾ അടിയൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അല്ലേ. ഇപ്പം അത് മാറി. ഇപ്പം ബംഗാളികളോട് ചെയ്യുന്നുണ്ടാവും. നമ്മൾക്കിവിടെ കിട്ടും, നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഒരാളോട് ചെയ്യരുത്. ഹൈപ്പർ മാർക്കറ്റ് ചെയ്യൂല. നാട്ടിൽ റോഡ് സൈഡിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ചങ്ങാതിന് നമ്മൾ ഈ ക്രൂരത ചെയ്യും. അവൻ്റെ അഭിമാനത്തിന് വിലയുണ്ട് അല്ലേ. ഹോട്ടലിൻ്റെ മുമ്പിൽ അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഹൈവേകളിൽ കാണാം. അവരോട് നമ്മൾ അവൻ്റെ അഭിമാനത്തിന് വിലയുണ്ട്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവൻ്റെ അഭിമാനത്തിന് വിലയുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം എന്താ അറിയോ, ഇർദുൽ മുസ്ലിം എന്ന് പറയുന്നത്, ഒരു മുസ്ലിമിൻ്റെ അഭിമാനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഒരു തല്ലുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് കൊടുക്കും? ബഹുമാനം, വാല്യൂ കൊടുക്കും. അത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ പോലും മരിക്കും വരെ മറന്നു പോകൂല. ഭർത്താവ് മരിക്കും വരെ മറന്നു പോകൂല. നമ്മളെ കൂട്ടുകാർ മറന്നു പോകും. അയാളുടെ മുഖം കാണുമ്പോഴൊക്കെ ആ ഒരു വിഷമം അതാണ് ഉണ്ടാകും. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെയും ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ വിശദീകരണത്തിൽ കൊടുത്തത് ഒന്ന് ഗീബത്താണ്. അഭിമാനത്തിന് വിലയുള്ളത് പോലെ തന്നെ അവൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന മറ്റൊരു കാര്യമാണത്. ഒരു മനുഷ്യനോട് അബദ്ധവും കുറ്റങ്ങളൊക്കെ ചെയ്തു പോകും. നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കണേ. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും നബിമാരും അല്ല. മലക്കുകൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. പ്രവാചകന്മാർക്ക് അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. മനുഷ്യർക്ക് അബദ്ധങ്ങൾ പറ്റുമല്ലോ. ഒരു മനുഷ്യന് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇത്തിരി മനസ്സ് നല്ലതാണെങ്കിൽ സ്വകാര്യമായിട്ട് അവരോട് ഉപദേശിച്ച് മാറ്റാൻ വേണ്ടത്. നമ്മൾ കിട്ടിയ ചാൻസ് എന്ന് കരുതിയിട്ട് ഓനോട് പറയാതെ ബാക്കി എല്ലാവരോടും പറഞ്ഞിട്ട് ഓനെ സൂക്ഷിക്കണം, ഓനെ നാറ്റിക്കളയുന്ന രീതിയുണ്ട്. അങ്ങനെയല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഓനൊരു പറ്റിപ്പോയതാണ്. ഓൻ്റെ അറിവിൻ്റെ കുറവുകൊണ്ട് തെറ്റ് ചെയ്തു. ഓന് കിട്ടിയൊരു സിറ്റുവേഷൻ അങ്ങനെ പറ്റിപ്പോയി. ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ സാധാരണ. ഇന്നത്തെ കാലത്ത് പറ്റിപ്പോയി എല്ലാ സാധ്യതയും ഉണ്ടാവും. നമ്മൾ ഓരോ പടുകുഴിയിലേക്ക് തള്ളി വിട്ടിട്ട് വീണ്ടും ഓനെല്ലാവരും ബഹിഷ്കരിച്ചാൽ ഒരു ഏതെങ്കിലും മനുഷ്യൻ വേണ്ടേ? മരിക്കണോ ഇനി? ആ കൂട്ടുകെട്ട് ഒരു അപകടത്തിലേക്ക് എത്തും. അത് മക്കളാണെങ്കിൽ പോലും കൈ പിടിക്കാനാണ് എപ്പോഴും ഇത് വേണ്ടത്, ആള് വേണ്ടത്. ബഹിഷ്കരിക്കരുത്. ഏറ്റവും തോന്നിവാസിയെക്കുറിച്ചല്ല, നോർമലി സംഭവിക്കുന്നവരെ അവരെക്കുറിച്ച് ഗീബത്ത് പറയരുത്. സ്വകാര്യമായി തിരുത്തി കൊടുക്കുക. അവരില്ലാത്ത നേരത്തെ എല്ലാ സദസ്സിലും അവരെ കുറിച്ച് പറയാതിരിക്കുക. അതൊക്കെ അവൻ്റെ അഭിമാനത്തിൽ ഏത് നിലയിലാണെങ്കിലും ചെയ്ത തെറ്റാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാത്തതാണ് നിങ്ങൾ പറയുന്നത്. അവർ ചെയ്യാത്ത വിഷയത്തിൽ ഉപദ്രവിക്കുന്നത്. ഞാൻ ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങാനാണ് പറഞ്ഞത്. ഒരാൾ ചെയ്യാത്തതിലാണ് നമ്മൾ ഈ പറഞ്ഞു നടക്കുന്നതെങ്കിൽ, അതുകൊണ്ട് ഹബീബായ റസൂൽ പറഞ്ഞത് ഇയ്യാക്കും വന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. നിങ്ങൾ എപ്പോഴും ഊഹിക്കും ഒരാളെ കുറിച്ചിട്ട്. ഊഹം മിക്കതും ഏറ്റവും വലിയ കളവാണ്. ചിലതൊക്കെ ശരിയാകുകയും ചെയ്യും. ഊഹം കളവാണ്. മിക്ക ഊഹങ്ങളും എന്താണ്? കളവായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ കുറിച്ച് ഊഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയതും വരുന്നതൊക്കെ നമ്മൾ ഇതുമായിട്ട് അറിയേണ്ടി ചെയ്യും. അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ചെയ്യാത്തത് ഒരാളെ കുറിച്ച് അയാൾ അറിയാൻ കൂടി ഉണ്ടാകൂല. ഒരാൾ അറിയാൻ കൂടി ആ ഒരു അബദ്ധങ്ങൾ പലപ്പോഴും വരും. ഹറമിലൂടെ നമ്മളിവിടെ നിന്നൊക്കെ ഉമ്മർക്കൊക്കെ പോകുന്ന ടീമിന് ഫുഡൊക്കെ കൊടുക്കുന്നൊരു പാവം ചെക്കനുണ്ട്. അവൻ ഒരാളുടെ ഒരു സംഗതി നഷ്ടപ്പെട്ടു പോയിട്ട് ബൈക്ക് ഫോൺ വന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹറമിലൂടെ സ്പീഡ് പോവുകയാണ്. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നത് ഒരു 15 മിനിറ്റ് നമ്മുടേതല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും. ഹറമിൽ ഒരു കുട്ടീൻ്റെ അടുത്താണെങ്കിലും സ്ത്രീയുടെ അടുത്താണെങ്കിലും ഒക്കെ പിടിക്കപ്പെടും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ. ഇവനിപ്പോൾ ഒരു സ്ത്രീ ഇതേപോലെ സ്പീഡിൽ പോകുന്നുണ്ട്, അതിലും സ്പീഡിൽ ഇവനും പോകുന്നുണ്ട്. ഇവരെ പിടിച്ചു. 1-2 കൊല്ലം കേസുകൾ ഇങ്ങനെ നടത്തുക. ആ വാച്ച് ചെയ്ത വ്യക്തിക്ക് ഒരു ഊഹാണത്. ഇവൻ ആരുടെ ബാക്കിലാണ് പോകുന്നത്? ഈ പെണ്ണിൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത്. ഇത് തെളിയിക്കാൻ എത്ര എടുത്തു? 2 വർഷം എടുത്ത് നാട്ടിൽ പോകാൻ വഴിയാതെ. നമ്മുടെ ചില ഊഹങ്ങളൊക്കെ ഒരാളുടെ ലൈഫിൽ ഇപ്പം എന്താവും? തകർക്കും. അത് ഇവിടെ നിന്നാകട്ടെ അപ്പുറത്താകട്ടെ ഒക്കെ നമ്മളൊരു ഊഹം വെച്ചിട്ട് ഒരാളെ പ്രതിയാക്കാനോ മറ്റോ പറയുകയാണെങ്കിൽ അത് ഞാൻ എല്ലാം തെളിയിക്കാൻ നമ്മൾ പറഞ്ഞതിനേക്കാളുള്ള സമയം ആർക്ക് വേണമായിരിക്കും? ഈ വ്യക്തികൾക്ക് വേണമായിരിക്കും. കുടുംബങ്ങൾ തകർന്നോളും. തമ്മിൽ ത്വലാഖൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. ആരോ ഒരാൾക്ക് തോന്നിയ ഒരു ഊഹമായിരിക്കും അത്. പിന്നെ അതിനുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ബന്ധങ്ങൾ അതും തലാഖിന് ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോകലുണ്ട്. ഊഹം, എൻ്റെ ഫോണോ എടുത്തിട്ടില്ല, എൻ്റെ ഫോണ് സ്വിച്ച്, എൻ്റെ ഫോണ് വരുന്നത് കൊണ്ട് സ്വിച്ച് ഓഫ് ആയി കളഞ്ഞു അല്ലേ എന്ന്. പക്ഷെ ആ സാധു വേറെന്തോ അപകടത്തിൽപ്പെട്ട് വേറെന്തോ കേസിലായിരിക്കും ഉണ്ടാക്കുക. അഭിമാനം ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്ത് തകർത്ത് കളയാൻ പാടില്ല. നമ്മൾക്കൊരു അഭിമാനം ഉണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നമ്മൾക്ക് ഈ കിബിറ് തോന്നുന്ന ഗൾഫുകാർക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കുറച്ച് കാശുണ്ട്, നാട്ടിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ ഉള്ള പോലെ തോന്നിപ്പിച്ചു, അപ്പം നമുക്ക് പാപങ്ങളോട് തോന്നുന്നൊരു പ്രശ്നമുണ്ട്, ഈ ഒരു സുഖമുണ്ട്. അത് നമുക്ക് ഉണ്ടാകരുത്. അള്ളാഹു നമുക്ക് അത് രക്ഷമാറാകട്ടെ. ചെയ്യാത്ത തെറ്റ് അങ്ങനെ വഹിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കളവും പാതകവുമാണ് നിങ്ങൾ വഹിക്കുന്നത് എന്നും എന്ത് ചെയ്തു മനസ്സിലാക്കി. ഈ ആയത്തോതി നമ്മൾ ഇല്ലല്ലോ, ഈ ആയത്തോതിയല്ലോ അല്ലേ? അടുത്ത ആയത്ത് നോക്കി എല്ലാവർക്കും ഓതാം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. يا أيها النبي നബിയെ ഖുൽ താങ്കൾ പറയാം ലി അസ്വാജിക് താങ്കളുടെ ഭാര്യമാരോട്. മുമ്പും നബിയുടെ പത്നിമാരോട് പറയാൻ വേണ്ടി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇത് നബിയുടെ പത്നിമാർക്ക് മാത്രം ബാധകമായ വിഷയമല്ല, പക്ഷേ സ്പെഷ്യൽ അവരെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നബിയുടെ ഭാര്യമാരല്ലേ. ഖുൽ ലി അസ്വാജിക് രണ്ടാക്കളോട് പറയും, വ ബനാതിക് താങ്കളുടെ പെൺകുട്ടികളോടും പറയും. പിന്നെയോ അവിടെ പറയേണ്ടത് പറയും എല്ലാ മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും പറയും. യുദ്നീൻ അവർ താഴ്ത്തിയിടട്ടെ, അലൈഹിന്ന അവരുടെ മേൽ, മിൻ ജലാബീബി നമ്മുടെ ജിൽബാബുകൾ. എന്താണ് ജിൽബാബ് എന്ന് പറയാം. അവരുടെ മേലിലൂടെ ജിൽബാബ് എന്ത് ചെയ്യട്ടെ, താഴ്ത്തിയിടട്ടെ. എന്തിനാണത്? ദാലിക് അതായത് അതിന് അതേറ്റവും അടുത്തതാണ് യുറഫ്ന ഇവരെ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമാണ്. ഒരു ഡ്രസ്സിന്റെ നമ്മൾ മൂടുപടം ഇട്ട് കഴിഞ്ഞാൽ, ജിൽബാബ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയും. ഇത് നമ്മൾ വിചാരിച്ച പണിക്ക് കിട്ടുന്ന സ്ത്രീകളൊന്നല്ല, ഇത് തഖ്വയുള്ള സ്ത്രീകളാണെന്ന് എന്ത് ചെയ്യും, വേഗം തിരിച്ചറിയും. രണ്ടാമത്തതോ ഫലയു ഇദൈൻ ശല്യം ബാധിക്കാതിരിക്കാനും എന്താ ഹൈറ് ഇത് അല്ലേ. എല്ലാവരുടെയും കാണിച്ചിട്ട് എന്നെ തൊട്ടാൽ നീ നല്ല പറയും, മുഴുവൻ മറച്ചു ആകർഷിക്കുന്ന ഒന്നും ഉണ്ടാവില്ല ബോഡിയിൽ. അപ്പൊ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും, കൂടുതൽ ഉപദ്രവം ആർക്കാണ് ഉണ്ടാകുക, എന്നെ തൊട്ടോ എന്ന് പറഞ്ഞ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ആ നിലക്ക് അവർക്കായിരിക്കും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. എന്നാലോ അള്ളാഹു ആകുന്നു ഗഫൂർ റഹീമ, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയുമാണ്. ഇത് നമ്മൾ വായിച്ചെന്നെ പഠിക്കേണ്ടിട്ട് കേട്ടോ. എന്താണ് ജിൽബാബ് എന്ന് പറയാം, ഇവിടെ നമ്മുടെ വായിക്കുന്ന പറയാറ്. നെക്സ്റ്റ് പേജിൽ 1 2 3 4 5ാമത്തെ വരി. റസൂലുള്ളാഹിയുടെ വീട്ടിൽ കണ്ടില്ലേ നിങ്ങൾ, റസൂലുള്ളാഹിയുടെ വീട്ടുകാർ വിശേഷിച്ചും എന്നുള്ള ഭാഗം വായിച്ചില്ലേ. നബിയുടെ വീട്ടുകാരെ വിശേഷിച്ചും ശരീരം മറയുന്ന ഒരു വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ ശാസിക്കുന്നു. ഈ ശാസനയിൽ അടങ്ങിയ യുക്തി അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നു. എന്താണ് യുക്തി? 1 ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, 2 തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ശരീരം മറച്ച ഒരു പെണ്ണിനെ കാണുമ്പോൾ അവൾ ഒരു മുസ്ലിം സ്ത്രീയാണെന്നും അവൾ തഖ്വയുള്ള ചാരിത്രശുദ്ധിത തഖ്വയുള്ള മാന്യയായ സ്ത്രീയാണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നു. അഥവാ മറ്റുള്ള ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങളിൽ ഇവരെന്ത് ചെയ്യും, വ്യത്യസ്തമാകും. അങ്ങനെ ഹൃദയശുദ്ധിയും സ്വഭാവ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഈ അന്യ സ്ത്രീകളുമായി കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ശല്യങ്ങൾക്ക്, മോശപ്പെട്ട പെരുമാറ്റങ്ങൾക്കും സംസാരങ്ങൾക്കും ഇത് തടസ്സമായി തീരും. ഇങ്ങനെ നല്ല ഇത് ഇസ്ലാമിക വസ്ത്രം ധരിച്ച ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് ആരും എന്ത് ചെയ്യൂല, മുട്ടൂല. ഇന്ന് കുറെ കൂട്ടും, എന്നാലും പൊതുവെ അവരെന്ത് ചെയ്യും, അറിയും, മാറ്റി നിർത്തപ്പെടുമല്ലോ അല്ലെ. കളിക്കാൻ കിട്ടുന്ന പെണ്ണ് വേറെയാണ് വെച്ചാൽ ആ കൊഞ്ചിക്കൊഴിഞ്ഞ സംസാരങ്ങൾ അവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടതും ചെയ്യേണ്ടതും എന്നൊക്കെ പറയുന്നത് വേറെയാണ്. ഇത് മാന്യമായി സംസാരിക്കുന്ന, നമ്മൾ കുറച്ച് മുമ്പത്തെ ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നബിയുടെ വീട്ടിലോട് പറയാൻ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ് എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. കൽബിൽ രോഗമുള്ള ആളുകൾക്ക് മോഹം തോന്നും. ചില പെണ്ണുങ്ങൾ സംസാരം കേട്ട് കഴിഞ്ഞാൽ
അല്ലെ കിളിനാഥം കേട്ടിയാൽ പിന്നെ പിന്നെ തോന്നും. അതുണ്ടാകരുത്. മാന്യമായവർക്ക് പറഞ്ഞു ഒഴിവാക്കണം. ഇവിടെ എന്ത് പറഞ്ഞു? പറഞ്ഞൊഴിവായാൽ മാത്രം പോരാ, വസ്ത്രത്തിലും കൂടെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്, തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും. ഇനിയാണ് ജിൽബാബ്. എല്ലാവരും ഇന്ന് നമുക്ക് ഒരു പഠിക്കാൻ താല്പര്യ വിഷയമായിരിക്കും. ജിൽബാബ് എന്ന പദത്തിന്റെ ബഹുവചനം ജംആണ് ജലാബീബ്. മലയാളത്തിൽ കൊണ്ട് മേലാട എന്നൊക്കെ പറയും. അറബികൾ ഈ ജിൽബാബിൽ തഫ്സീർ കൊടുത്തത് ഈ നമ്മൾ ഇപ്പോഴല്ല, മുമ്പത്തെ അറബി പ്രായമുള്ള അറബി പെണ്ണുങ്ങൾക്ക് ധരിക്കുന്ന വസ്ത്രം കണ്ടോ നിങ്ങളിവിടെ? തല അടക്കം ടോട്ടലി മറയുന്നൊരു വസ്ത്രമില്ലേ, അതാണ് ജിൽബാബ് എന്ന് അറബികളിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇനി നോക്കാം നമ്മൾക്ക് പിന്നെ പ്രധാന തഫ്സീറുകളിലും അറബി നിഘണ്ടുകളിലും ഈ വാക്കിന് കൊടുത്ത അർത്ഥങ്ങളിൽ പരസ്പരം അക്ഷര വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥത്തിൽ ഏതാണ്ടെല്ലാം ഒരുപോലെയാണ്. മക്കനയേക്കാൾ വലിയ വസ്ത്രം, ശ്രദ്ധിക്കണേ, മക്കനയേക്കാൾ വലിയ വസ്ത്രം, പിന്നെ വലിയ വസ്ത്രം എങ്കിലും മൂടി പുതക്കുന്നത്, പുതപ്പ്, മുഖം മൂടി എന്ന് വെച്ചാൽ ആ കണ്ണടക്കം മറയുന്ന വസ്ത്രം എന്ന രീതിയിൽ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അങ്ങനെ അർത്ഥം. മേൽമൂടി, മേലാട, ചുറ്റിപ്പുത, മേലങ്കി, മൂടുവസ്ത്രം, ഇതൊക്കെയാണാവ. കുറെ അർത്ഥങ്ങൾ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പറയും യുദ്നീന അലൈഹിന്ന, അവർ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞില്ലേ, ആ എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. ശരീരം മുഴുവനും തലയും കഴുത്തും മുഖവും അടക്കം ജിൽബാബ് കൊണ്ട് മൂടി മറക്കേണ്ടതുണ്ട് എന്ന് ഇതിനർത്ഥം വരുന്നത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ നൂറിന്റെ 31-ാമത്തെ ആയത്തിൽ, അഥവാ പിന്നെ നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ കണ്ണിനെ താഴ്ത്തണം, ലൈംഗികത സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഭാഗത്തിൽ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. സ്ത്രീയുടെ മുഖവും കൈപ്പടവും മറക്കൽ നിർബന്ധമല്ല എന്നും അവിടുത്തെ ചില തഫ്സീർ നാം കണ്ടു. അതുകൊണ്ട് ഇവിടെയും മുൻകൈയും മുഖവും നിർബന്ധത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം, സൗദി പണ്ഡിതന്മാർക്ക് ഫോളോ ചെയ്യൽ, കണ്ണടക്കം മൊത്തം എന്ത് ചെയ്യണം? മറക്കണം. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്താണ്? മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ മറയണം എന്നുള്ളതാണ്. ഇനി ചില പണ്ഡിതന്മാർ മുഖവും മുൻകൈയും മറക്കണ്ടെങ്കിലും പുറത്തു പോകുമ്പോൾ അതും മറക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് അൽബാനി ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ ചർച്ചകളും നടത്തിയിട്ട് അവസാനം അദ്ദേഹം എത്തിയൊരു വ്യാഖ്യാനമുണ്ട്. ഈ അമാനി മൗലവിക്കെതിരേക്ക് എത്തുന്നുണ്ട്. മുഖം മറക്കണം എന്ന് നിർബന്ധമാണ് എന്നുള്ളതിന് ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഗണ്ഡിതമായി പറയാൻ കഴിയില്ല. അതോ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ മുഖം മറക്കാത്ത ഒരു പെണ്ണ് നരകത്തിലാണ് എന്ന് പറയത്തക്ക രീതിയിൽ ആയത്തോ ഹദീസോ വന്നിട്ടില്ല. എന്നാൽ പണ്ഡിത ലോകത്ത് ഒരു ചർച്ചയില്ല. ഇത് നിർബന്ധാണോ അല്ലേ എന്നുള്ളതേ എന്തുള്ളൂ? ചർച്ചയുള്ളൂ. വേണോ വേണ്ട എന്നുള്ളത് ചർച്ചയില്ല. നല്ലതാണ് എന്നുള്ള ചർച്ചയില്ല. ഒരു മുഖം മറക്കുന്ന പെണ്ണിനെയും ഒരു കടുകുമണിത്തരി പോലും കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല. എനിക്കും അങ്ങനെ ആകണമായിരുന്നു എന്നാഗ്രഹിക്കാനേ പാടുള്ളൂ. മുഖം മറക്കാത്ത പെണ്ണ് നരകത്തിലാണ് എന്ന് പറയുന്ന രീതിയിൽ നിന്നും എന്ത് ചെയ്യണം? മാറി നിൽക്കും. പണ്ഡിത ലോകം ആ രീതി അഭിപ്രായം പറഞ്ഞത് നല്ലതാണോ വേണ്ട. മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അവരുടെ കുടുംബത്തെ ഒരു പക്ഷേ എന്ത് ചെയ്യും? മുഖം മറച്ചു കൊണ്ടുപോകും. ഇനി സ്ത്രീകൾക്ക് തന്നെ അറിയാം. പണ്ഡിത ലോകത്ത് പൂർവ്വകാലവും ആധുനികരായ പണ്ഡിതന്മാരും പറഞ്ഞു ആവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് മുഖം മറക്കൽ അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യും? അത് മാറുകയും ചെയ്യും. പറഞ്ഞ വ്യക്തമായോ? ചില സമയത്ത് നിർബന്ധമായിട്ട് തന്നെ മാറും. അത് സ്ത്രീകൾക്ക് തന്നെ അറിയായിരിക്കും. ആ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഹൈറൻ തന്നെയാണ് മുഖം മറക്കൽ തന്നെയായിരിക്കും. ഇത് അങ്ങേറ്റം സൂക്ഷ്മത കാണിക്കേണ്ട ഒരു വിഷയമാണ്. നാട്ടിൽ പലരും എല്ലാ ആൾക്കാരെ ഇവൾക്ക് കാണാം, ഇവളായിരിക്കും കണ്ടുകൂടാ, പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും, കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. അത്രയും കളിയാക്കുന്നതല്ല അവർക്ക് പ്രശ്നം. കളിയാക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള താത്തമാരും കാക്കമാരും വരെ എന്ത് ചെയ്യും? കളിയാക്കും. നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ അല്ലേ? അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ആ രീതിയിൽ നിർബന്ധമാണ് എന്ന് പറയാൻ തെളിവില്ല എന്നുള്ളതാണ് അമാനി മൗലവിയുടെ അഭിപ്രായം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ മുഖം മൊത്തം മൂടുന്നത് അല്ലേ? ആ രീതിയിൽ അത് പിന്നെ എങ്ങനെയാണ് ഫാഷനായിട്ട്, ഇതൊരു സ്റ്റൈലായിട്ടോ മറ്റോ ഒന്നുമല്ല. ഇനി ഏത് വ്യക്തിയാണെങ്കിലും
ചിലപ്പോൾ അതൊക്കെ സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കേണ്ട വിഷയമാണത്. കഴിഞ്ഞ മാസത്തോട് മറിച്ച് ഇപ്രാവശ്യം പോയി, അതൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട വിഷയമല്ലത്. ഒരു മനുഷ്യർക്ക് ഈമാന്റെ അളക്കുന്ന മീറ്ററോട് നമ്മൾ നടക്കരുത്. നോമ്പിന് മാത്രം പള്ളി നിനക്കെന്താ, നോമ്പിന് മാത്രം പള്ളിയിൽ വന്നാലും നോമ്പിന് വന്നല്ലോ, ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നൊന്നുമില്ലല്ലോ. നമ്മൾ ചെയ്ത നന്മകളൊക്കെ എന്തായി കളയരുത്, ചോർത്തിക്കളയരുത് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ജിൽബാബിൻ്റെ കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ശിരോവസ്ത്രം എന്ന് പറഞ്ഞ വിഷയം വരുമല്ലേ, തലമറക്കുന്നതിനെ കുറിച്ച്, കണ്ണടക്കം മറക്കുന്ന ആ വിഷയത്തെ കുറിച്ച്, തലമറക്കുന്ന വിഷയം നമുക്ക് നിർബന്ധം തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയലുണ്ട്, തലമറക്കുന്ന വിഷയത്തിലൊക്കെ ഇത്ര തർക്കം വരാൻ മറ്റുള്ള മതവിഭാഗത്തിന്റെ സ്കൂളുകളോ മറ്റോ അല്ല കാരണം. ഇസ്ലാമിക് പേര് വിളിക്കപ്പെടുന്ന BEd സെന്ററുകൾ നമ്മുടെ മാപ്പിള സ്കൂളുകൾ പോകട്ടെ, നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ബഹുഭൂരിഭാഗവും തലമറക്കാതെ റോഡിലൂടെ നടക്കുന്നത്. ഇത്ര വലിയ നിർബന്ധമുള്ള വിഷയമാണെങ്കിൽ ഭൂരിഭാഗം മറക്കൂലേ? നിങ്ങൾ പറയും മറക്കും. ചോര് കാണുന്നത് എന്താണ്? മറക്കാത്തതാണ്. അത്ര വലിയ ഒന്നുമില്ല. ഭൂരിഭാഗം സ്കൂള് കുട്ടികൾ മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ മറക്കണില്ല, ടീച്ചർമാർ മറക്കണില്ല. എവിടെ ഈ ചില സ്കൂളൊക്കെ മദ്രസയുടെ പേര് തന്നെയായിരിക്കും ലൈസൻസ് എടുത്തിട്ടുണ്ടാവുക, അവിടെ പോലും ഇല്ല. ഒരു വേറെ മാനേജ്മെന്റും അല്ല, എല്ലാ തോന്നിവാസങ്ങളും ഉണ്ട്. പിന്നെ മറ്റുള്ളവരെങ്ങനെ അവർക്കിത് അറിയില്ല. ഒരിപ്പോൾ ഖുർആൻ നോക്കിയിട്ടാണ് സ്കൂളിലെ യൂണിഫോം തീരുമാനിക്കുക. അപ്പൊ നമ്മൾ തന്നെയാണ് കാരണം. നമ്മൾ ഇസ്ലാമിക വേഷത്തിൽ നിന്ന് മാറുന്നു അല്ലെ? ഏത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ അത് ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രമാകരുത്. ബത്തൊക്കെ ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചുവപ്പത്ര ഉണ്ട് ശരിക്കും പുറത്ത് കാണും. ഇതുകൊണ്ട് സാരിയുടെ ബ്ലൗസ് അത് ഉണ്ടാവും, പക്ഷെ മുഴച്ചു നിൽക്കുന്നത് ഓരോന്നും പുറത്ത് കാണും. അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ത്രീയെ കണ്ടാൽ അവിടെ ബോഡി ഷേപ്പ് പുറത്തേക്ക് അറിയാൻ പാടില്ല. ഇന്ന് ബോഡി ഷേപ്പ് ആക്കാൻ വേറെ തന്നെ ഷോപ്പുകളായിരിക്കും അല്ലെ എടുത്തിട്ട് ഓരോരുത്തരും. ആണും ശ്രദ്ധിക്കണം. പെണ്ണിന് ഈ നിയമങ്ങളൊക്കെ പെണ്ണിന് ഒരടിമല്ല. ആണിന്റെ വസ്ത്രം അവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സുജൂദ് പോകും മിക്കവാറും ഇന്നേഴ്സ് ആണിന്റെ പുറത്തായിരിക്കും ഉണ്ടാകുക അല്ലെ? അത് ഏത് രീതിയിലാണ്? മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ശുദ്ധിയാക്കാൻ പറ്റുന്ന പാൻറ് ആണ് ധരിക്കാൻ പാടില്ല. നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമേ നിയമങ്ങളുള്ളത്. ആ വേഷവിധാനം രണ്ടും ശ്രദ്ധിക്കാം. ഡൗട്ട് ഉണ്ടോ ചോദിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കരുത്. ഈ വസ്ത്രം എന്തുകൊണ്ടുണ്ടോ? ഇതൊക്കെയാണ് നിയമം. മുസ്ലിം സ്ത്രീയുടെ നിയമം. നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾക്കുള്ള നിയമം അല്ല കേട്ടോ. അത് നമ്മൾ ഇഷ്ടം പോലെ നടത്തും എന്നല്ല പറഞ്ഞത്. ഈ ക്ലാസ് എല്ലാം കേട്ടിട്ട് നമ്മളെ വീട്ടിൽ ഈ നിരക്കാകരുത്. ഈ ഔറത്ത് കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ മറയുന്ന വസ്ത്രമായിരിക്കണം. അത് ആരെ മുമ്പിലും അതായിരിക്കണം. പെണ്ണിന്റെ വസ്ത്രത്തിന് കാണിന്റെ നെരിയാണി വരെയാണ്. പെണ്ണിന്റെ ഇവിടം വരെ പോകണം, ആ നിലത്ത് തട്ടുന്നവരെ പോകണം. വലിച്ചിഴക്കണ്ട. പിന്നെയും നിലത്ത് തട്ടുന്നവരെ എന്തെയും പോകണം. പെണ്ണിന്റെ കാലിന്റെ വിരളും അന്യപുരുഷന്മാർക്ക് അവിടെ തന്നെയാണ്. ഇത്തായിരിക്കും അന്യപുരുഷന്മാർ കാണാൻ പറ്റൂ, ഇത്തായിരിക്കുമെന്ന്. ഇത്തൊക്കെ പ്രത്യേകിച്ച് വസ്ത്രത്തിന് നിയമമൊന്നുമില്ല. ആഡംബര വസ്ത്രം ധരിക്കരുതും കീറി പറഞ്ഞാൽ ധരിക്കും. നോർമൽ വസ്ത്രം ധരിക്കണം നിയമം ഇദ്ദേഹമുള്ളൂ. എല്ലാപ്പോൾ എന്താണോ മറക്കേണ്ടത് അത് ഇദ്ദേഹം എന്ത് ചെയ്യണം, മറിച്ചിരിക്കണം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇത് ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഡൗട്ടില്ലല്ലോ? ഇതിനെതിരായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണും. നാളെ തന്നെ ഫത്ഹ് പാസ്സാക്കാനല്ല, ദർബ് പാസ്സാക്കാനല്ല, വസ്ത്രം ഔറത്ത് മറക്കുന്ന രീതിയിൽ പല സ്ത്രീകളും വസ്ത്രം ധരിക്കുന്നത് എല്ലാവരും കിബറുകൊണ്ടൊന്നല്ല. അനുഭവത്തിൽ പലർക്കും അറിയും. ഇപ്പൊ തെക്കൻ ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, തെക്കൻ ജില്ലകൾ ക്ഷമിക്കട്ടെ, അങ്ങനെയൊന്നല്ല, നമ്മൾ നോർമലി കാണുമ്പോൾ അവര് ഔറത്തും കൈയിൻ്റെ ഇത്ര വരെ വസ്ത്രം ധരിക്കുന്നത് അവർക്ക് അറിയാത്തവണ്ണം. അതുകൊണ്ട് ഒരു മൊത്തം തെരുവിടിച്ചുകളായിട്ടോ മറ്റോ നമ്മൾ ഒറ്റയെടുക്കുന്ന വ്യാഖ്യാനിക്കുന്ന രീതി ഉണ്ടാകരുത്. പലർക്കും അത് അറിവില്ല. തലമറക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കതിന്റെ ഗൗരവം അറിയില്ല. ഗൗരവം അറിയുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മളാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മാത്രമേ ഉപകാരപ്പെടും. വേറെ 5 പൈസക്ക് നമ്മുടെ സ്വഭാവം പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ ഏറ്റവും മാന്യമായി എന്ത് ചെയ്യണം, അവരെ ഉപദേശിക്കണം. തെറ്റുകൾ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടെന്നല്ല, അവരറിയാത്തതുകൊണ്ട്. അതൊക്കെ ഒരു നോർമലൈസാണ്. ഇതൊക്കെ ഇങ്ങനെ ഫാഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ഉപദേശം വിഷയം ഗൗരവമായിരിക്കണം. പറയുന്ന ശൈലി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയുമായിരിക്കണം. ഇന്ന് ബാക്കിയുണ്ടോ പറയാനേ? ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കല്ലേ.
അവസാനം അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ തിരിച്ചറിയാനൊക്കെ ഇതാട്ടോ നല്ലത്. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ അള്ളാഹു ഗഫൂറാണ് എന്നുള്ളത് എന്ത് ചെയ്യാണ് അവസാനം പറഞ്ഞത്. അള്ള പൊറുത്തിയിരുന്നു, നമ്മളിപ്പോൾ പോയിട്ട് പത്താക്കണ്ടെന്നാ പറഞ്ഞത്. അള്ള ഈ തെറ്റവർക്ക് അറിയാൻ എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. ഈ ക്ലാസ് പങ്കെടുക്കുന്ന ഞാൻ ആണുങ്ങളോട് പറയാണ്, നമുക്ക് ലേഡീസിൻ്റെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കേട്ട് നടപ്പാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. എന്ത് ന്യായം പറഞ്ഞാലും നെരിയാണിക്ക് താഴെ ഒരാണിൻ്റെ വസ്ത്രം പോയാൽ മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ നരകത്തിൽ തന്നെയാണ്. ഇയാ വ ഇസ്ബാല മിനൽ ഇസാർ, നെരിയാണിക്ക് വസ്ത്രം താഴെ പോകുന്നത് സൂക്ഷിക്കണേ. ഫഇന്നഹ മിനൽ മഖീൽ, അത് കിബറാണ്. നമ്മൾ നെരിയാണിക്ക് മേലെ തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് കിബറോട് കൂടി എന്നൊരു രീതിയിലുണ്ട്. ഇപ്പം എനിക്ക് കിബറില്ലാണ്ട, ഞാൻ കിബറില്ലാണ്ട് കൊടുക്കുക, കിബറില്ലാണ്ട് നാളെ കൊടുക്കുക, അങ്ങനെ സംഗതിയില്ല. കിബറില്ലാത്തൊരു നീയത്ത് പറയണ്ടോ? ഇല്ല. നമ്മളെന്ത് ചെയ്യണം, അത് സൂക്ഷിക്കണം. ലേഡീസ് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ആയത്തിൽ ഈ അഹ്സാബ് സൂറത്ത് ഇങ്ങനെ പറയണില്ലേ, സംസാരം സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നരുത് അല്ലേ, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന കവാടങ്ങൾ. ഈ വേഷം ഇസ്ലാം അതുകൊണ്ടാണ് പറഞ്ഞത്. സ്ത്രീകളെ പറ്റി സാധനം പറയുന്നുണ്ട്. ചില പെണ്ണുങ്ങളുടെ ഫാഷൻ, നല്ല ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സൊക്കെ ധരിക്കുക, ആകർഷിക്കപ്പെടുന്ന ഡ്രസ്സൊക്കെ ധരിച്ച് ചിലപ്പോൾ ചുണ്ടൊക്കെ തേച്ച്, ഓൾക്ക് വേറെ ചിന്തയൊന്നും, ഓളെ ഫാഷൻ ഇതാണ്, ഓൾക്ക് ഇഷ്ടം, വേറെ പാഷനായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കാണുമ്പോൾ ചില കോഴികൾ വിചാരിക്കും ആ ഇതെന്നെ വിളിക്കാനുള്ള എല്ലാ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഈ സാധു ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആടിന് ഇത് മതി, സംസാരം മതിയായിരിക്കും, ആ ഡ്രസ്സ് മതിയായിരിക്കും അല്ലേ, അതേപോലെ വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് കോണിലൂടെ പെരുമാറ്റം മതിയായിരിക്കും. അത് അവസാനം അപകടങ്ങളിലേക്കും മറ്റും ഒക്കെ എത്തും. ഈ ഭാഗം സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണ് താഴ്ത്താൻ പറഞ്ഞു, ശിക്ഷയെക്കുറിച്ചും പറഞ്ഞു. ഇസ്ലാം ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒറ്റക്കാകരുത്, ഒറ്റക്ക് യാത്രയാകരുത്, ആണുമ്പോൾ മാത്രം മൂന്നാമത് ഷെയ്ത്താനുണ്ടാകും എല്ലാം പറഞ്ഞു. ഇന്ന് കൊലപാതകങ്ങളിലേക്ക് പോലും എത്തിപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരി സഹോദരങ്ങളുണ്ട്, ഉള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. യുദ്ധത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുസ്ലിം രാജ്യങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.